PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 78/2024. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? തന്നിരിക്കുന്നത് 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. അത് തെറ്റാണ്. 1931 നവംബർ 1 ആരംഭിച്ചത്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 നടന്നത്. 2 പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവച്ചു. 1939 നടക്കുന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1922 നടന്നത്. ബർദോളി സത്യാഗ്രഹം 1928. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് ലോങ് മാർച്ച്, ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, മഹത്തായ സാംസ്കാരിക വിപ്ലവം, ജപ്പാന്റെ ചൈന ആക്രമണം. ആദ്യം നടന്നിട്ടുള്ളത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം. 1911 അത് നടന്നത്. പിന്നീട് ലോങ് മാർച്ചാണ് 1934. പിന്നീട് ജപ്പാന്റെ ചൈന ആക്രമണം 1937. പിന്നീടാണ് മഹത്തായ സാംസ്കാരിക വിപ്ലവം 1966 അത് നടന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആദ്യം ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, പിന്നീട് ലോങ് മാർച്ച്, പിന്നീട് ജപ്പാന്റെ ചൈന ആക്രമണം, പിന്നീട് മഹത്തായ സാംസ്കാരിക വിപ്ലവം. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? തന്നിരിക്കുന്നത് 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. അത് തെറ്റാണ്. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്. 2 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. അത് തെറ്റാണ്. സ്വാതന്ത്ര്യം നൽകുന്നതിനെ പിന്തുണ നൽകിയിരുന്നു. 4 മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. അതും ശരിയാണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നത് കാൺപൂർ നാനാ സാഹിബ്, 6 കൻവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത്. ഡൽഹി ബഹദൂർ ഷാ, ബറൌട്ടിലെ ഷാമലാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അത് തെറ്റാണ്. 1948 ഡിസംബർ 10 പ്രഖ്യാപനം നടത്തിയത്. 2 ലോകവ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. അത് ശരിയാണ്. ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അത് തെറ്റാണ്. ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ജനീവയാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. 1ഉം 3ഉം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി. ഏഴാമത്തെ ചോദ്യം, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? കരിമ്പ് കൃഷി,
പരുത്തിക്കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ഉത്തരം ഓപ്ഷൻ എ ബസാൾട്ട്. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. ഒൻപതാമത്തെ ചോദ്യം, ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിര കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിര കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി സത്ലജ്. പത്താമത്തെ ചോദ്യം, പളനിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? പളനിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ബി കൊടൈക്കനാൽ. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏത്? ഉത്തരം ഓപ്ഷൻ സി ലക്ഷദ്വീപ്. 12ാമത്തെ ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ എ 107. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതി ഉണ്ടായി. അതാണ് തെറ്റായിട്ടുള്ളത്. വിദേശ മൂലധനം നിക്ഷേപം വർദ്ധിച്ചു, അതും ശരിയാണ്. ശരിയായിട്ടുള്ളത് 1, 2, 4 ഉത്തരം ഓപ്ഷൻ ബി. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന ജനീവ, അത് ശരിയാണ്. ലോക ബാങ്ക് വാഷിംഗ്ടൺ, അതും ശരിയാണ്. അന്താരാഷ്ട്ര നാണ്യവിള വാഷിംഗ്ടൺ, അതും ശരിയാണ്. ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ്, അതാണ് തെറ്റായിട്ടുള്ളത്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം മാൻഡലിയോങ് ഫിലിപ്പൈൻസിലാണ്, അതാണ് തെറ്റായിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ എ നരേന്ദ്രമോദി. 16ാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി പീച്ചി. 17ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ശരിയാണ്. 18ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ 1950. 19ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്ന്, അത് ശരിയാണ്. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്, അത് തെറ്റാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്, അതാണ് ശരിയായിട്ടുള്ളത്. 1, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ്? കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കേരള സംസ്ഥാന ലോകായുക്ത. 21ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നത്
ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല, അത് ശരിയാണ്. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല, അതും ശരിയാണ്. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 22ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ്? കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നവകേരള സദസ്സ്. 23ാമത്തെ ചോദ്യം, അനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. അനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. തന്നിരിക്കുന്നത് ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കണം. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രസ്താവന 3 തെറ്റാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്താണ്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, കർത്തവ്യ പദ്. 25ാമത്തേത് ക്യാൻസൽ ചെയ്തതാണ്. 26 കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, നിരാമയ പദ്ധതി. 27ാമത്തെ ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്, അതും ശരിയാണ്. പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും, അതാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 3 തെറ്റാണ്. 28ാമത്തെ ചോദ്യം, സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? 2013 എന്നല്ല, 2023 എന്നാണ് വേണ്ടത്. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2023 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദിത്യ L1 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത്. 29ാമത്തെ ചോദ്യം, 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. തന്നിരിക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു, അത് ശരിയാണ്. 3-ൽ 1-ൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു, അതും ശരിയാണ്. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 30ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? തന്നിരിക്കുന്നത് വനം കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. തൊഴിലാളി സംഘടനകൾ കൺകറന്റ് ലിസ്റ്റിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. 31ാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അറ്റോർണി ജനറൽ. 32ാമത്തെ ചോദ്യം, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീന് ഏതാണ്? മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീന് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഡിസ്ട്രോഫിൻ. 33ാമത്തെ ചോദ്യം,
ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. 34-ാമത്തെ ചോദ്യം, വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് സാൽമോണല്ല ടൈഫി. 35-ാമത്തെ ചോദ്യം, ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതാണ്? ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ എന്നിവയൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ. 36-ാമത്തെ ചോദ്യം, പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സത്യനാരായണ ബേളേരി. 37-ാമത്തെ ചോദ്യം, ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് അലുമിനിയം. 38-ാമത്തെ ചോദ്യം, ലേസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ലേസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അൾട്രാ വയലറ്റ്. 39-ാമത്തെ ചോദ്യം, ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ധ്രുവ പ്രദേശങ്ങളിൽ. 40-ാമത്തെ ചോദ്യം, ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 23, 2023. 41-ാമത്തെ ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര് എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ഐസോബാറുകൾ. 42-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി നൈട്രജൻ. 43-ാമത്തെ ചോദ്യം, ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണം ഏതാണ്? ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ എ NH3. 44-ാമത്തെ ചോദ്യം, ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ടൈറ്റാനിയം ഡൈഓക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇൽമനൈറ്റ്. 45-ാമത്തെ ചോദ്യം, ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി പടയണി. 46-ാമത്തെ ചോദ്യം, കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി പി വത്സല. 47-ാമത്തെ ചോദ്യം, വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ്? വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 7. 48-ാമത്തേത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 49, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വി ഷിനിലാൽ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2024 നേടിയത് GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന നോവലിനാണ്. 50-ാമത്തെ ചോദ്യം, മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി റോജിൻ തോമസ്. 2024 മികച്ച മലയാള ചിത്രത്തിനുള്ള
70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആട്ടം എന്ന സിനിമക്കാണ്. ആനന്ദ് ഏകർഷിയാണ് സംവിധാനം ചെയ്തത്. ഇനി പറയുന്നത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. 51ാമത്തേത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 52 ഓപ്ഷൻ ഡി ആണ്. 53 ഓപ്ഷൻ ബി ആണ്. 54 ഓപ്ഷൻ ബി ആണ്. 55 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 56 ഓപ്ഷൻ എ ആണ്. 57 ഓപ്ഷൻ സി ആണ്. 58 ഓപ്ഷൻ എ ആണ്. 59 ക്യാൻസൽ ചെയ്തതാണ്. 60 ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 61ാമത് ചോദ്യം, കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബിളി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കുഡ് ഹാവ് മെറ്റ് ഹിം. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ കുഡ് ഹാവ് മെറ്റ് ഹിം. 62ാമത്തേത്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. കൊളീഗ് എന്നാണ് തന്നിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 63ാമത്തെ ചോദ്യം, fill in the blank using the appropriate phrasal verb. The match has been dashed due to bad weather. Answer is option B ആണ്, called off. The match has been called off due to bad weather. 64ാമത്തെ ചോദ്യം, use the correct tense form. He usually dash to office by bus. Answer option C ആണ്, goes. He usually goes to office by bus. 65ാമത്തെ ചോദ്യം, fill in the blank using the correct verb. The cutlery I bought yesterday dash quite expensive. Answer is option D ആണ്, is. The cutlery I bought yesterday is quite expensive. 66ാമത്തെ ചോദ്യം, which among the following is an adjective? Which among the following is an adjective? Answer option B ആണ്, mundane. 67ാമത്തെ ചോദ്യം, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. Someone has asked John to make a speech at the meeting. Answer option C ആണ് വരുന്നത്. John has been asked to make a speech at the meeting by someone. 68ാമത്തെ ചോദ്യം, pick out the word from the option which means to swear falsely. Answer option A ആണ്, perjure. സത്യം ചെയ്ത് കള്ളം പറയുക എന്നതാണ് മീനിങ് വരുന്നത്. 69ാമത്തെ ചോദ്യം, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഷാൾ വി. 70ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ദ വേർഡ് പെൻസീവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, കണ്ടംപ്ലേറ്റീവ്. 71ാമത്തെ ചോദ്യം, ശരിയായ രൂപം ഏതാണ്? ശരിയായ രൂപം കയ്യെഴുത്ത് എന്നതിൻ്റെ ശരിയായ രൂപം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 72ാമത്തെ ചോദ്യം, നെന്മണി എന്ന പദം പിരിച്ച് എഴുതുക. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെല്ല് അധികം മണി. 73ാമത്തെ ചോദ്യം, വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റ പദം ഏതാണ്? വ്യാകരണം അറിയുന്നവൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈയാകരണൻ. 74ാമത്തെ ചോദ്യം, ചിലർ എന്ന പദം ഏത് വചനമാണ്? ചിലർ എന്ന പദം ഏത് വചനമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അലിംഗ ബഹുവചനം. 75ാമത്തെ ചോദ്യം, പല്ലവപുടം വിഗ്രഹിക്കുക. പല്ലവപുടം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പല്ലവത്തിൻ്റെ പുടം. 76ാമത്തെ ചോദ്യം, സമാന പദം എഴുതുക. മഞ്ഞിൻ്റെ സമാന പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രാലേയം. 77ാമത്തെ ചോദ്യം, മാനി എന്ന വാക്കിൻ്റെ പര്യായം ഏതാണ്? മാനി എന്ന വാക്കിൻ്റെ പര്യായം. ഉത്തരം ഓപ്ഷൻ സി, ഏണം. 78ാമത്തെ ചോദ്യം, ചേർത്ത് എഴുതുക. ച അധികം ഉന്നു. ഉത്തരം വരുന്നത് ചാവുന്നു എന്നാണ് വേണ്ടത്. 79ാമത്തെ ചോദ്യം, ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. 80ാമത്തെ ചോദ്യം, സുപ്രസിദ്ധം എന്ന വാക്കിൻ്റെ വിപരീതം ഏത്? സുപ്രസിദ്ധം എന്ന വാക്കിൻ്റെ വിപരീതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കുപ്രസിദ്ധം.